ലാലേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഓസ്ട്രേലിയയിലെ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രേമം മറിയ മോൾക്ക് കൊടുക്കും എന്ന് വിചാരിച്ച് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് ബല്ലാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 5 ഏക്കറുള്ള ഒരു ഫാം ഹൗസിലാണ് ഇന്നത്തെ സ്റ്റേ. പിന്നെ എനിക്ക് ഈ ഫാം ഹൗസ് കണ്ടപ്പോണ്ടല്ലോ സമ്മറിൻ ബദ്ദിലെ മൂവിൽ ജയറാമിന്റെ ഒഴിഞ്ഞെടുക്കുന്ന ഫാം മൂലയാണ് തോന്നിയത്. അവിടെ ഇവിടെ കയറ്റി കുറച്ച് ഹോഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ റിയമോള് മഞ്ജു വാര്യരേക്കാളും വെല്ലുന്ന പെർഫോമൻസ് ഈ ആയിരുന്നു. ചെടി നല്ല രസല്ലേ? ചെടി കാണാൻ നല്ല രസമുണ്ട്. എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് നിന്നപ്പോ ഇതിൽ നിൽക്കുന്ന ആള് അല്ല നിന്നപ്പോ അപാകതായി അല്ല ഫ്രണ്ടിൽ ആള് നിന്നപ്പോഴാണ് അതിന് ലുക്ക് വന്നത്. അതുവരെ അതിന് എന്തോ ഒരു കുറവുണ്ടായിരുന്നു. തള്ളാൻ മറന്നിട്ടില്ല കൊച്ച്. ഫാം ഹൗസ് നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പച്ചപ്പും ഒരുപാട് ചെടികളും പൂക്കളും കായ്കളും പിന്നെ കുറച്ച് കുതിരകളും. പിന്നെ ഏറ്റവും കൂടുതൽ ഫാം ഹൗസ് എഫക്ട് തന്നത് എന്തിനാ അറിയോ? കുതിര പൂപ്പിന്റെ സ്മെല്ല് ഐസിങ് ഓൺ ദ കേക്ക് ആയിരുന്നു. പക്ക ഫാം എഫക്ട്. അങ്ങനെ ഞങ്ങൾ ബാക്ക് ഡോറിലൂടെയാണ് ആദ്യം കയറിയത്. മൈലോണി ലോലൊന്ന് സെറ്റ് ആക്കാൻ വിചാരിച്ചിട്ട് സ്വിമ്മിംഗ് പൂളും സ്പായൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ട്രാമ്പളിങ് കയറി നല്ല കളി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഉള്ളിൽ കയറി. ഡൈനിങ് ടേബിൾ റെഡ് കളറിൽ സെറ്റ് ചെയ്ത് കണ്ടപ്പോ റിയമോൾക്ക് നല്ല ഇഷ്ടമായി. ഭയം കണ്ടപ്പോഴാണ് എനിക്കും. വേലൊക്കെ അറിയ കഴിഞ്ഞപ്പോ മക്കൾ പുള്ളിക്കെടുത്ത് ചാടി. ഞങ്ങൾ അതിന്റെ കൂടെ ചാടുന്നതായിരുന്നു. പക്ഷേ ഫുഡ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചാടാന്ന് വിചാരിച്ചിട്ട് ബാബിക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി വേണം പുള്ളിക്കെടുത്ത് ചാടാൻ.